സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. ഇന്ന് 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുണ്ട്. കാസർഗോഡ് മുതൽ എറണാകുളം വരെയാണ് ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുള്ളത്. ബാക്കി ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. നാളെ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിൽ റെഡ് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ശ്യാം പ്രസാദ് ചേരുന്നുണ്ട്. ശ്യാം പ്രസാദ്, എന്തായാലും സംസ്ഥാനത്ത് ഒരു മഴ മുന്നറിയിപ്പ് വീണ്ടും ശക്തമാകുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നിരുന്നാൽ കൂടിയും എടുത്തു പറയേണ്ടത് മഴക്കെടുതികൾ രൂക്ഷമാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും ചില സ്ഥലങ്ങളിൽ മരണം വരെ സംഭവിച്ചിരുന്നു. അത്തരം കാര്യങ്ങളൊക്കെ മുന്നിൽ നിൽക്കുമ്പോൾ ഈ മഴക്കെടുതികൾ സംബന്ധിച്ച് എന്തൊക്കെയാണ് മുന്നൊരുക്കങ്ങൾ സംസ്ഥാനത്ത് ഇപ്പോൾ ഉള്ളത്? വിഷ്ണു, സംസ്ഥാനത്ത് കാലവർഷം ശക്തമാകുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ശക്തമായ മഴ മുന്നറിയിപ്പ് തന്നെയാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതായത് ഈ സീസണിലെ ആദ്യ റെഡ് അലർട്ടാണ് കാലാവസ്ഥാ കേന്ദ്രം ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. പ്രധാനമായും വടക്കൻ ജില്ലകളിലാണ് നാളെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റന്നാൾ 3 ജില്ലകളിൽ കൂടി റെഡ് അലർട്ട് നിലനിൽക്കുകയും ചെയ്യുന്നു. അതായത് കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, കാസർഗോഡ് തുടങ്ങിയ 5 ജില്ലകളിലാണ് നാളെ റെഡ് അലർട്ട് നിലനിൽക്കുന്നത്. മറ്റന്നാൾ മലപ്പുറം, കണ്ണൂർ, കോഴിക്കോട് തുടങ്ങിയ 3 ജില്ലകളിലും കാലാവസ്ഥാ വകുപ്പ് ഇത്തരത്തിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും കാലവർഷം ശക്തമാകുന്ന സാഹചര്യത്തിൽ ഈ സീസണിലെ ആദ്യ റെഡ് അലർട്ട് കൂടിയാണെന്നതാണ് പ്രത്യേകതയുണ്ട്. ഒപ്പം തന്നെ 6 ജില്ലകളിൽ പ്രധാനമായും ഇടുക്കി, തൃശ്ശൂർ, എറണാകുളം, കോട്ടയം, പാലക്കാട്, പത്തനംതിട്ട തുടങ്ങിയ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ അടുത്ത ദിവസം യെല്ലോ അലർട്ടുമാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. നിലവിൽ കോട്ടയവും കോഴിക്കോടും അടക്കമുള്ള ജില്ലകളിലെല്ലാം തന്നെ നിലവിൽ കാലവർഷം ഇത്തരത്തിൽ ശക്തമാകുന്നതിൻ്റെ തുടക്കത്തിൽ തന്നെ ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ, അതായത് ഒറ്റപ്പെട്ട അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ജില്ലകളിലെല്ലാം തന്നെ കോഴിക്കോട് നഗരത്തിലുണ്ടായ കാറ്റിലടക്കം പലയിടങ്ങളിലും മരം കടപുഴകി വീഴുന്ന സാഹചര്യമുണ്ടായി. ഒപ്പം തന്നെ കോട്ടയത്തും ഒരു വീടിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നു. എന്തായാലും ഈ ഒരു സാധ്യത നിലവിൽ നിലനിൽക്കുമ്പോഴാണ് ഈ സീസണിലെ ആദ്യ റെഡ് അലർട്ട് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചിരിക്കുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ പ്രധാനമായും കരമനയാറ്റിലും ഒപ്പം മണിമലയാറ്റിലും തന്നെ പ്രളയ സാധ്യത മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. കേന്ദ്ര ജല കമ്മീഷനാണ് ഇത് സംബന്ധിച്ച ഒരു പ്രളയ സാധ്യത മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ നദികളിൽ ഇറങ്ങുന്നതിന് കർശനമായ വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ നദിയുടെ തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ കനത്ത ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടവും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും നിലവിൽ കാലവർഷം ശക്തമാകുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഈ സീസണിലെ ആദ്യ റെഡ് അലർട്ട് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. നാളെയും മറ്റന്നാളെയുമായിട്ടാണ് ഈ റെഡ് അലർട്ട് 5 ജില്ലകളിലെ വടക്കൻ ജില്ലകളിലടക്കമുള്ള 5 ജില്ലകളിൽ നിലനിൽക്കുന്നത്. ശരി, ശ്യാം പ്രസാദാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.